ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുകയാണ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിന് കീഴിൽ വരുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് എറേഴ്സ്. രണ്ട്, പ്രോസസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ, അതിൽ ടേബിൾസ് ആൻഡ് ഗ്രാഫ്. മൂന്നാമത്തേത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി നമുക്ക് പഠിക്കാനുള്ളത് മീൻ, മീഡിയൻ, മോഡ്. 4, മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ, റേഞ്ച്, ക്വാർട്ടൈൽ മീഡിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻസ്. 5, പ്രോബബിലിറ്റി, ബേസിക് കോൺസെപ്റ്റ് ആൻഡ് തിയറംസ്. 6, എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, റാൻഡംനെസ് ബ്ലോക്ക് ആൻഡ് ലാറ്റിൻ സ്ക്വയർ. 7, ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, അതിൽ ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അനോവ. ഇനി ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ ഈ 8 ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 4 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സാമ്പിളിംഗ് മെത്തേഡ്സ്, ഇറേഴ്സ്, പിന്നെ പ്രോസസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, അതിൽ ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്. 3, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സ്. അപ്പോൾ ഈ 4 കാര്യങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു സ്റ്റാറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാം. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ ഡേറ്റ, ആ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാക്കി മാറ്റുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബയോളജിയുടെ കേസിൽ, അല്ലെങ്കിൽ ബയോളജിയുടെ ഫീൽഡിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ തന്നെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ പറയുന്നത്. ഈ ബയോസ്റ്റാറ്റിക്സിൽ മെയിനായിട്ടും ഡേറ്റകളാണ് അനലൈസ് ചെയ്യുക. കാരണം റിസർച്ച് ഫീൽഡിലാണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ധാരാളം ഡേറ്റ വരും. ഈ ഡേറ്റ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, ആദ്യം നമ്മൾ പോയി ഒരു സാമ്പിൾ കളക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സാമ്പിളിനെ, അല്ലെങ്കിൽ ആ സാമ്പിൾ കളക്ഷനെ കുറിച്ച് മുതലാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് യൂസ് ചെയ്യേണ്ടത്. അതിൽ ആദ്യം വരുന്നതാണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് any well-defined group of individuals who are being studied or of observation of a particular type. ഒരു പർട്ടിക്കുലർ ടൈപ്പിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. ഈ പോപ്പുലേഷനിൽ നിന്നും എടുക്കുന്ന സാമ്പിളാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന സ്മോൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാമ്പിൾ എന്ന് നോക്കാം. സാമ്പിൾ ഇസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് portion of a population selected using a suitable method so that it can be regarded as representative of entire population and can be used for investigating its properties. അതായത് ഒരു എൻ്റയർ പോപ്പുലേഷനെ എടുത്ത് നമുക്ക് സ്റ്റഡി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. NIO എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതൊന്ന് മറൈൻ ആയിട്ടുള്ള ഓഷ്യനിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയാണ് നോക്കുന്നത്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കടലിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടി അത് ഫുൾ കാര്യം എടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു കുറച്ച് 2-3 ഏരിയകളിൽ പോയിട്ട് അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യും. ആ ഒരു പോപ്പുലേഷന്, സിയിലെ എൻ്റയർ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യും. അങ്ങനെ ആ കുറച്ചെടുക്കുന്ന കുറച്ച് ഭാഗത്തെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിൾ അത് പക്ഷേ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു എൻ്റയർ പോപ്പുലേഷനെ തന്നെയായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തിട്ട് അവർ അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തി കുറേ ഡേറ്റ ഉണ്ടാക്കി അതൊരു ഓർഡറൊക്കെ ചെയ്ത് തരംതിരിച്ച് അവർ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അവസാനം ഒരു കൺക്ലൂഷനിലെത്തുന്നു. അതാണ് ഒരു റിസർച്ച് ഫീൽഡിൽ നടക്കുന്ന കാര്യം. അപ്പം അങ്ങനെ എടുക്കുന്ന ആ ഒരു സ്മോൾ പോപ്പുലേഷനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ പോർഷൻ ഓഫ് എ പോപ്പുലേഷനാണ്. അതെന്ന് പറഞ്ഞൊരു സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ പോപ്പുലേഷനെ അതിനകത്ത് അല്ലെങ്കിൽ സ്മോൾ പോപ്പുലേഷൻ നമ്മൾ ലാർജ് പോപ്പുലേഷനിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ വലിയ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. റെപ്രസെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ
അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പിന്നീട് പഠനം നടത്തുകയാണ്. അതാണ് സാമ്പിൾ. ഇനി സാമ്പിൾ എന്ന് പറയുന്ന സാമ്പിൾ ചെയ്തെടുക്കുക, നമ്മൾ പറഞ്ഞല്ലോ പല മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു സാമ്പിൾ എടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് നോക്കാം. ഫസ്റ്റാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് chosen entirely by chance and each member of a population has an equal chance or probability of being selected. ആ പേരിൽ തന്നെയുണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ ഇത് റാൻഡംലി നടക്കുന്ന ഒരാണ്, ബൈ ചാൻസ് ആയിട്ടാണ്. അതായത് വലിയൊരു പോപ്പുലേഷനിൽ പോയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാണ്ട് റാൻഡമായിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് ബൈ ചാൻസ് റാൻഡമായിട്ട് നടക്കുന്ന സാമ്പിളിംഗ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഇനി അടുത്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെയുണ്ടല്ലോ സിസ്റ്റമാറ്റിക്, നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെന്ന് പറയത്തില്ലേ, അപ്പോൾ അത് തന്നെയാണ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ സാമ്പിളിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഇൻഡിവിജ്വൽസ് ആർ സെലക്റ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഫ്രം ദി സാമ്പിളിംഗ് ഫ്രെയിം. ഒരു റെഗുലർ ഇൻ്റർവെൽസ് വെച്ചിട്ടുണ്ട്. ഒരു ഇത്ര മണിക്കൂറിന് ശേഷം വേണം അടുത്ത സാമ്പിളിംഗ്, അടുത്ത സാമ്പിളിംഗ് വീണ്ടും ഒരു ഇത്ര മണിക്കൂർ, പർട്ടിക്കുലർ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് ഓരോ സാമ്പിളിംഗ് നടക്കുന്നത്. ആ ഒരു മെത്തേഡിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു പോപ്പുലേഷനിൽ 1000 മെമ്പേഴ്സ് ഉണ്ട്, 1000 ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഈ ഇൻഡിവിജ്വൽസിൽ നിന്നും നമുക്കൊരു 100 എണ്ണമുള്ള ഒരു സ്മോൾ പോപ്പുലേഷൻ നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സ്മോൾ സാമ്പിളിംഗ് നടത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, എല്ലാ 10ാമത് വരുന്ന ആ മെമ്പേഴ്സിനെയും കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്ത് വരുമ്പോഴേക്കും 100 എത്തും. അതിനുവേണ്ടി എന്ത് ചെയ്യും, ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ നമ്മൾക്ക് എത്രയാണോ സൈസ് വരേണ്ടത് അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ 1000 ടോട്ടൽ പോപ്പുലേഷനിൽ വരുന്ന ഇൻഡിവിജ്വൽസ്, ഡിവൈഡ് ബൈ നമ്മുടെ സാമ്പിളിങ്ങിൽ എത്ര പേര് വേണം, 100 വേണം. അപ്പോൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴെന്തായിരിക്കും 10. അപ്പോൾ ഈ 10 മെമ്പറിനെ വരുമ്പോൾ അത് കളക്ട് ചെയ്യും. അതിനുശേഷം അടുത്തൊരു ഗ്യാപ്പ് 10 വരും. അങ്ങനെ ഓരോ ഗ്യാപ്പിന് ശേഷം മാത്രം കളക്ഷൻ നടക്കുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഈ മെത്തേഡിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓരോ സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിവിഷനൊരു പ്രത്യേകതയുണ്ട്. ഈ പോപ്പുലേഷൻ തന്നെ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അവയെല്ലാം കൂടി കൂടിച്ചേർത്തുകൊണ്ടായിരിക്കും ഓരോ സബ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സാമ്പിളിംഗ് നടത്തും. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അതായത് ഒരു സ്ട്രാറ്റ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിംഗ് നടത്തുന്നതിനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ സബ് ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റയ്ക്കും എന്ന് പറയും സെയിം ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതൊരിക്കലും ജോഗ്രഫിയുടെ ബേസിലല്ല നടക്കുന്നത്, പർട്ടിക്കുലർലി ബേസ്ഡ് ഓൺ ഇറ്റ്സ് സിമിലാരിറ്റി ഇൻ ഇറ്റ്സ് ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷനിലാണെങ്കിൽ നമുക്ക് ഫീമെയിൽ എന്നും മെയിൽ എന്നും പറഞ്ഞ് രണ്ടും ഡിവൈഡ് ചെയ്യാം. അത് ജോഗ്രഫിനെ ബേസ് ചെയ്തിട്ടാണോ? അല്ല, ലോകത്തെ എല്ലായിടത്തും ഹ്യൂമൻ പോപ്പുലേഷൻ അതിൽ നിന്നൊക്കെ മെയിൽ എന്നും ഫീമെയിൽ എന്നും പറഞ്ഞാൽ അവർ മെയിലിനും ഒരേപോലത്തെ ക്യാരക്ടറായിരിക്കും, ഫീമെയിലിനും ഒരേപോലത്തെ ക്യാരക്ടറായിരിക്കും. അങ്ങനെ ബേസിൽ ഡിവൈഡ് എടുക്കും. ആ സബ് ഗ്രൂപ്പിന് നമ്മൾ സ്ട്രാറ്റ എന്ന പേരുകൊണ്ട് പറയുന്നു. ഇനി 4ാമത്തെ സാമ്പിളിംഗ് ആണ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്ലസ്റ്റേർഡ് സാമ്പിളിങ്ങിൽ ഇതുപോലെ തന്നെ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കും. ആ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയും. ഇത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ജോഗ്രഫിയെ ബേസ് ചെയ്തുകൊണ്ട്. എവിടെയാണ് ആ പോപ്പുലേഷൻ കാണപ്പെടുന്ന ഏത് ജോഗ്രഫിയാണോ ആ ജോഗ്രഫിയെ ബേസ് ചെയ്തുകൊണ്ട് ആ പോപ്പുലേഷനെ ഓരോ സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ പോപ്പുലേഷൻസ് കളക്ട് ചെയ്യും. ഇത് കളക്ട് ചെയ്യുന്നത് റാൻഡംലി ആയിരിക്കും. റാൻഡംലിയും കളക്ട് ചെയ്തെടുക്കുന്നതാണ് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്ത് ജോഗ്രഫിയെ ബേസ് ചെയ്തുകൊണ്ട് സാമ്പിളിംഗ് നടത്തുന്നതിനെയാണ് ഈ ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇറേഴ്സ് എന്താണെന്ന് നോക്കാം. ഇറേഴ്സ് നമ്മൾ എത്ര
സാമ്പിളിംഗ് നടത്തി നമ്മൾ ഡേറ്റ കൺക്ലൂഡ് ചെയ്ത് ശേഖരിച്ച് അനലൈസ് ചെയ്താലും അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആക്യുറൻസി ഉണ്ടാവില്ല, ഒന്ന് ഇനാക്യുറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഇനാക്യുറസിയാണ് ആ ഇനാക്യുറസിയാണ് നമ്മൾ ഇറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറേഴ്സ് ആർ ദി ഇറേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ ആക്യുറസി ഓഫ് ദി മെഷർമെൻറ്റ്. ഒരു മെഷർമെൻറ്റിൻ്റെ ആക്യുറസിയെ അഫക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഇറേഴ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇനാക്യുറസി ഇൻ എ മെഷർമെൻറ്റ്, ഒരു മെഷർമെൻറ്റിലുള്ള ഇനാക്യുറസിയാണ് നമ്മൾ ഇറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഇറേഴ്സ് സാമ്പിളിംഗ് നടത്തി ഇറേഴ്സ് ഉണ്ടായി, ഇറേഴ്സൊക്കെ സംഭവിച്ച ശേഷം നമ്മൾക്ക് കുറേ ഡേറ്റ കിട്ടും. ഈ ഡേറ്റയൊക്കെ നമ്മൾ ഇറേഴ്സൊക്കെ മാറ്റും. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഉണ്ടായ ഇറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ഇറേഴ്സിന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു റോ ഡേറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ റോ ഡേറ്റയെ നമുക്ക് പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അതിലുള്ള ഡേറ്റയുടെ റെപ്രസെൻറ്റേഷനാണ് ഒന്ന് ടാബുലേഷൻ അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുന്നത്. അതായത് ഈ ഡേറ്റ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് മാനറിൽ അതുപോലെ ഓർഡർലി സീക്വൻസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ഈ ടാബുലേഷനിൽ ഈ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ രേഖപ്പെടുത്തുന്നത് റോസിലും കോളംസിലും ഒക്കെ ആയിട്ടായിരിക്കും രേഖപ്പെടുത്തുന്നത്. ഇനി ഇങ്ങനെ രേഖപ്പെടുത്തുന്ന ടേബിള് പിന്നീട് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യും. ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫിൽ നമുക്കറിയാലോ എക്സ് ലൈൻ വൈ ലൈൻ ഒക്കെ ഉണ്ട്. അതുപയോഗിച്ച് അതിൽ നമ്മൾ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ട് ചെയ്യും. ഈ ഗ്രാഫ്സ് തന്നെ പലതരത്തിലുണ്ട്. ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്, പൈ ഡയഗ്രാം തുടങ്ങിയവയൊക്കെ എന്ന് പറയുന്നത് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ്. ആദ്യം നമ്മൾ സാമ്പിളിംഗ് ചെയ്തു. സാമ്പിളിംഗ് ചെയ്ത ശേഷം നമ്മൾ സാമ്പിൾ കണ്ടെത്തുന്ന പലതരം മെത്തേഡ് കണ്ടു. ആ സാമ്പിളിങ്ങിലുള്ള എറർ എന്താണെന്ന് കണ്ടു. എറർ കണ്ട് അതൊക്കെ മാറ്റിയ ശേഷം നമ്മളതിനെ ഡേറ്റയാക്കി കൺസിഡർ ചെയ്യുന്നു. ആ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ്, ടാബുലേഷനും ഒന്ന് ഗ്രാഫും എന്ന് പറയുന്നത്. ഇനി ഇത്രയും ചെയ്ത ശേഷം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും അതിനെ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ പല വാല്യൂസ് ഉണ്ടല്ലോ. ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവിടെ ഒരു ആ വാല്യൂസ് ഒരു അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. അതായത് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ വാല്യൂസ് ഓഫ് ദി വേരിയബിൾ ടെൻഡ് ടു കോൺസെൻട്രേറ്റ് അറൗണ്ട് സം സെൻട്രൽ വാല്യൂ ഓഫ് ഒബ്സർവേഷൻ. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് കുറേ വാല്യൂസൊക്കെ ഉണ്ടാവുമല്ലോ. ആ വാല്യൂസിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ സെൻട്രൽ വാല്യൂവിലേക്ക് ഇതെല്ലാം കൂടി വന്ന് ചേരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യുന്നതിനെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പം എന്തുമാത്രം അത് വേരിയബിൾസ് എല്ലാം തന്നെ ഈ സെൻട്രൽ വാല്യൂവിനോടുകൂടി അടുത്ത് നിൽക്കുന്നു എന്നതിനെ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇനി ആ ഒരു ടെൻഡൻസി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളാണ് മീൻ, മീഡിയൻ, മോഡ് എന്നിവ. അതിൽ നമുക്ക് ആദ്യം മീൻ നോക്കാം. മീൻ എന്ന് പറയുന്നത് സം ഓഫ് വാല്യൂസ് ഓഫ് ഓൾ ഡേറ്റ പോയിൻറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോയിൻറ്റ്സ്. സിംപ്ലി മീൻ എന്ന് പറയുന്നത് ആവറേജാണ്. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ, അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ദ സം ഓഫ് വാല്യൂസ് ഓഫ് ഓൾ ഡേറ്റ പോയിൻറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയും. ഇത് കറക്റ്റായിട്ടും ആ ഒരു ഡേറ്റയുടെ സെൻട്രൽ പോർഷനായിരിക്കും, കറക്റ്റ് സെൻറ്ററിനെയായിരിക്കും ഈ മീൻ തന്നത്. ഇതാണ് ആ ഒരു ഇക്വേഷൻ്റെ എക്സാമ്പിളും കൊടുത്തേക്കുന്നത്. അപ്പോൾ സം ഓഫ് ഓൾ ഡേറ്റ വാല്യൂസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ വാല്യൂസ്. ഇനി മീഡിയൻ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ദാറ്റ് വേരിയബിൾ വിച്ച് ഡിവൈഡ്സ് ദ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 2 ഈക്വൽ പാർട്സ് വെൻ ദ സീരീസ് ഇസ് അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. ഇതിലാദ്യം നമുക്ക് ഡേറ്റ കിട്ടും. ഡേറ്റയിൽ കുറേ വാല്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ ആ വാല്യൂസ് ഒന്നെങ്കിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യും. അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് ഒരു പർട്ടിക്കുലർ സെൻറ്ററിൽ വെച്ച് നമുക്ക് ആ ഡേറ്റയെ നമുക്ക് 2 വിഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു വിഭാഗത്തിൽ
ആ സെൻട്രൽ വാല്യൂവിനേക്കാളും കുറഞ്ഞവയും കുറച്ച് അപ്പുറത്തെ വിഭാഗം എന്ന് പറയുന്നത് ആ സെൻട്രൽ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ആ സെൻട്രലിൽ കാണപ്പെടുന്ന വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ആണ് മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഡേറ്റയോ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് അല്ലെങ്കിൽ എഴുതി വയ്ക്കും. എഴുതി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഏറ്റവും സെൻട്രലായി കാണുന്ന നമ്പറിൽ നിന്നും കുറച്ച് ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻട്രൽ വാല്യൂവിനേക്കാളും കുറഞ്ഞ് കാണപ്പെടും. കുറച്ച് ഭാഗം എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഒരു 50% കുറവും 50% കൂടുതലായിട്ടും കാണപ്പെടും. അത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? ആ സെൻട്രലിൽ കാണപ്പെടുന്ന വാല്യൂവിനെ ബേസ് ചെയ്താണല്ലോ ഈ ഡിവിഷൻ ഉണ്ടായത്. അങ്ങനെ ഈ സെൻട്രലിൽ കാണപ്പെടുന്ന ഈ വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈവൻ നമ്പേഴ്സിനാണ്. ഇനിയിപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സാണല്ലോ കാണപ്പെടുന്നത്. ഈ ഓഡ് നമ്പേഴ്സിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് വരുന്ന നമ്പറാണ് 4ഉം 5ഉമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ 4നെയും 5നെയും കൂടി കൂട്ടിയിട്ട് അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 2 നമ്പേഴ്സ് ഉള്ളതോട് 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4.5 എന്ന് കിട്ടും. ഈ 4.5 ആണ് ഈ വാല്യൂസിലുള്ള മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 3 നമ്പർ ഇതിനേക്കാളും കുറവുള്ളതുണ്ട്, 3 നമ്പർ ഇതിനേക്കാളും കൂടുതലായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. അതിൽ ഈവൻ നമ്പറിലാണ് ആ വാല്യൂസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നടുക്ക് വരുന്നതായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ആ മീഡിയൻ വെച്ച് ഈക്വലായിട്ട് ആ വാല്യൂസിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓഡ് നമ്പർ ആണെങ്കിലോ, സെൻറ്ററിൽ എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് ഉണ്ടാവും, തമ്മിൽ കൂട്ടിയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മീഡിയൻ. ഇനി മോഡ് എന്ന് പറയുന്നത് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് വാല്യൂ. നമ്മൾ കുറേ കിട്ടിയിരിക്കുന്ന ഡേറ്റ വാല്യൂസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണോ അതാണ് മോഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ഷൂസ് ഇങ്ങനെ കൊടുക്കുകയാണ്. അതിൽ സൈസാണ്, ആ മോഡിൻ്റെ സൈസ് നോക്കാം. 2, 4, 1, 2, 7 അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നമ്പർ ഏതാണ്? 6 ആണ്. അപ്പോൾ 6 ആണ് ഈ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ മോഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻ്റ്ലി ഒക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺലി ഒക്കറിങ് വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. ഇനി ഇതെന്ന് പറയുന്നത് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ഡിസ്പേഴ്സൺ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടു മീൻ ദ സ്കാറ്ററിങ് അല്ലെങ്കിൽ ഡീവിയേഷൻ, ഫ്ലക്ച്വേഷന്, ഡീവിയേഷൻ, സ്കാറ്ററിങ് ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് ഈ ഡിസ്പേഴ്സൺ എന്ന് പറയുന്ന ആ ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഈ ഡിസ്പേഴ്സണിനെ ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ടു വിച്ച് ദ ഇൻഡിവിജ്വൽ വാല്യൂസ് ഓഫ് ദി വേരിയൻറ്റ് സ്കാറ്റർ എവേ ഫ്രം ദി ആവറേജ് ഓർ സെൻട്രൽ വാല്യൂ. നമ്മളിപ്പോൾ സെൻട്രൽ വാല്യൂ കണ്ടുപിടിച്ചല്ലോ, കുറേ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സെൻട്രൽ ഈ വാല്യൂവിൽ നിന്നും എന്തോരം അകലെയായിട്ടാണ് മറ്റുള്ള വാല്യൂസ് എല്ലാം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്, ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നത്, സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്നുള്ള ആ ഒരു അതിൻ്റെ ആ ഒരു ഡിഗ്രിയാണ് നമ്മൾ ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തന്നിരിക്കുന്ന ഡേറ്റയിൽ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂയും അതിൻ്റെ ആവറേജിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ വാല്യൂയിൽ നിന്ന് എത്രമാത്രം അകലെയായിട്ട് സ്കാറ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഡിസ്പേഴ്സൺ ഇതിങ്ങനെ എത്രമാത്രം സ്കാറ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള മെഷറിങ്ങിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണിൽ വരുന്നത് ഒന്ന് റേഞ്ചാണ്. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓഫ് ഗിവൺ സീരീസ് ഓഫ് ഡേറ്റ. അപ്പോൾ നമുക്ക് കുറേ സീരീസ് ഓഫ് ഡേറ്റ നമ്മളിലുണ്ട്. അതിൽ നിന്നും
മാക്സിമം വാല്യൂവിൽ നിന്നും മിനിമം വാല്യൂവും തമ്മിലുള്ള എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 16. ലോവസ്റ്റ് വാല്യൂ ഏതാണ്? 13. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഹയസ്റ്റ് വാല്യൂവിൽ നിന്നും ലോവസ്റ്റ് വാല്യൂ കുറച്ച് കഴിയുമ്പോഴേക്കും റേഞ്ച് കിട്ടും. അപ്പോൾ ഇവിടെ റേഞ്ച് എത്രയാണ്? 3 ആണ് ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്പേഴ്സൺ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദി അരിത്മെറ്റിക് മീൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ. അതായത് the square of standard deviation is equal to the mean of squares of deviation. അതായത് മീനിൻ്റെ സ്ക്വയറിനോടുകൂടി ഈക്വലാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇത് ഗ്രീക്ക് ആൽഫബറ്റ് ആയിട്ടുള്ള എസ് എന്ന രീതിയിലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ SD എന്നുള്ള അബ്രിവേഷനിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? അരിത്തമെറ്റിക് മീൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. മീൻ ഡീവിയേഷൻ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്കോർ ഫ്രം ദി മീഡിയൻ. മീഡിയനിൽ നിന്നും എത്രമാത്രം ഓരോ വാല്യൂവും മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ മീൻ ഡീവിയേഷൻ നോക്കുന്നത്. മീൻ ഡീവിയേഷൻ യൂസ് ചെയ്യുന്നത് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്കോർ ഫ്രം മീൻ. ഇനി ലാസ്റ്റ് വണ്ണാണ് വേരിയൻസ് എന്ന് പറയുന്നത്, വേരിയൻസ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അരിത്തമെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദി മീൻ വാല്യൂ, ഓർ ഇറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒന്നെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിൻ്റെ സ്ക്വയറാണ് എന്നും ഇത് മീൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ വേരിയൻസിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏകദേശം ഒരു പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന റാൻഡം സാമ്പിളിങ്ങിൽ കിട്ടുന്ന വേരിയൻസും അതിൻ്റെ എക്സെപ്റ്റേഷൻസും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോപ്പുലേഷൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെയും കണ്ടത് എന്താണ് സാമ്പിളിംഗ് എത്ര തരമുണ്ട്, ഇറേഴ്സ് എന്താണ്, അതുപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിൽ വരുന്ന മീൻ, മീഡിയൻ മോഡ്, പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ, അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് വേരിയൻസ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതിൻ്റെയൊക്കെ ജസ്റ്റ് എൻ്റെ ആ ഒരു ടേമിൻ്റെ അർത്ഥം മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും. അതിനിപ്പം ചോദിക്കുവാണെങ്കിൽ അങ്ങനെ ചോദിക്കാനും ചാൻസ് ഉള്ളൂ. ഒരിക്കലും ഇതിൻ്റെ ഒരു കാൽക്കുലേഷനോ ഒന്നും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനി ബാക്കിയുള്ള ബയോസ്റ്റാറ്റിക്സിൽ ഇനി കുറച്ച് പോർഷനും കൂടെ, ഒരു 4 ടോപ്പിക്കും കൂടി ഇനി കിടപ്പുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്